എന്നവസാനിക്കും ആർക്കും പറയാനാവില്ല. യുദ്ധത്തിന് തുടക്കമിട്ട US പ്രസിഡന്റ് ട്രംപിന് പോലും. പലസ്തീനിൽ തുടങ്ങിയ സംഘർഷം ഇപ്പോൾ ഇറാനിൽ എത്തി നിൽക്കുന്നു. ആക്രമണം തുടങ്ങിയിട്ട് വർഷങ്ങളായി. നേതാക്കളുടെ യുദ്ധക്കൊതി ഇതുവരെ അടങ്ങിയിട്ടില്ല. സാധാരണ ജനങ്ങളുടെ ദുരിതം അനുദിനം വർദ്ധിക്കുകയും ചെയ്യുന്നു. US പ്രസിഡന്റ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഏറെ അടുപ്പമുള്ള ഭരണാധികാരികളാണ്. പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് പറയാം. ഇടയ്ക്ക് ഇറാൻ യുദ്ധത്തിൽ നിന്ന് ഇടവേളയെടുക്കാൻ ട്രംപ് ആഗ്രഹിച്ചെന്ന് തോന്നുന്നു. അതിനായി വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തി. കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തിന്റെ അവസ്ഥയിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധമില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയിലാണ് നെതന്യാഹു ഇപ്പോൾ. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനിടയിലും ആക്രമണവുമായി നെതന്യാഹു മുന്നോട്ടു പോയി. ഇതോടെ ഒരു സംശയമുയർന്നു. നെതന്യാഹുവിന് മേൽ ട്രംപിന്റെ നിയന്ത്രണം നഷ്ടമായോ? ഒരു കാര്യം വ്യക്തമാണ്, ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചാലും നെതന്യാഹു അതിന് തയ്യാറായേക്കില്ല. ഇപ്പോഴിതാ ഈ നിരീക്ഷണം ശരിവെക്കുന്ന റിപ്പോർട്ട് വരുന്നു. US മാധ്യമമായ ആക്സിയോസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ അത്ര രസത്തിലല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാൻ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ട്രംപും നെതന്യാഹുവും സംസാരിച്ചു. ടെലിഫോണിലൂടെയായിരുന്നു ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികളുടെ സംഭാഷണം. ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായതായി ആക്സിയോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ട്രംപിന് താല്പര്യമില്ല. പകരം ഒരു സമാധാന കരാറിലെത്താനുള്ള താല്പര്യം നെതന്യാഹുവുമായുള്ള സംഭാഷണത്തിൽ ട്രംപ് പ്രകടിപ്പിച്ചു. എന്നാൽ ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായതായി ആക്സിയോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ട്രംപിന്റെ ആവശ്യം നെതന്യാഹുവിനെ ചൊടിപ്പിച്ചു. ചൊവ്വാഴ്ചയാണ് ട്രംപും നെതന്യാഹുവും തമ്മിൽ സംഭാഷണം നടത്തിയത്. സംഭാഷണത്തിന് ശേഷം നെതന്യാഹു ദേഷ്യത്തിലും ആശങ്കയിലുമായിരുന്നുവെന്നും ആക്സിയോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഭരണം നിലനിർത്താൻ നെതന്യാഹു യുദ്ധത്തെ മറയായി ഉപയോഗിക്കുന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടരുന്നത് വലിയ തിരിച്ചടിയുണ്ടാക്കും. ഇരു നേതാക്കളും തമ്മിലുള്ള ഭിന്നത ഇതോടെ പകൽ പോലെ വ്യക്തമാവുകയാണ്.